ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യാത്രയുടെ ഈ കഴിഞ്ഞ യാത്രകളുടെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കാഴ്ചകളുടെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് ആ കാഴ്ചകളൊക്കെ ഏറെ ആസ്വദിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാനായിട്ടുള്ള യാത്രയാണ് ഇത്. ഈ യാത്ര നമ്മൾ ഇങ്ങോട്ടുള്ള ഈ കാഴ്ചകൾ നമ്മൾ എടുക്കേണ്ടതില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷേ പോകെ ചെങ്കര ആ ടൗണൊക്കെ, ചെങ്കരയിലെ ആ ഗ്രാമ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകെ നമുക്ക് കിട്ടിയ കാഴ്ചകളുണ്ടല്ലോ, മനോഹരമായ ലാൻഡ്സ്കേപ്പ്, മനോഹരമായ ദൃശ്യ വിരുന്നുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ച് പോകാം എന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെങ്കര എന്ന പ്രദേശത്ത് വന്നത് തന്നെ യാദൃച്ഛികമായിട്ടാണ്. നമ്മൾ വേറെ ഒരു റൂട്ട് തിരഞ്ഞെടുത്ത് വന്നതാണ്. അപ്പം ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ലൊക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും, ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ വേറൊരു റൂട്ടിലാണ് നമ്മൾ വരാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പം 2 പേരാണ് നമുക്ക് റൂട്ട് ഡീവിയേറ്റ് ചെയ്യാനായിട്ട് കാരണക്കാരായത്. അവർ പറഞ്ഞതിന് പ്രകാരമാണ് നമ്മൾ ഈ റൂട്ടിൽ വന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട മനോഹരമായ ആ ഒരു വ്യൂ പോയിൻ്റ്, അത് എത്ര പറഞ്ഞാലും മതിയാകാത്ത കാഴ്ചകളാണ്. ആ വ്യൂ പോയിൻ്റ് നമുക്ക് വേണ്ടി കിട്ടിയത്. അപ്പം അത് യാദൃച്ഛികമായിട്ട് വീണ് കിട്ടിയ ഒരു കാഴ്ചയായിരുന്നു അത്. അതിനുശേഷം നമ്മളിപ്പോൾ ഈ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. മനോഹരമായ ദൃശ്യം, ഇവിടെ ദൃശ്യവിസ്മയങ്ങൾ നമുക്കിവിടെ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ എല്ലായിടത്തും ഇതൊക്കെ ഈ കാഴ്ചകൾ നമുക്ക് കിട്ടുമെങ്കിൽ പോലും നമ്മൾ ഉൾഗ്രാമങ്ങളിലേക്ക് കടക്കുമ്പോൾ അവിടെ കിട്ടുന്ന കാഴ്ചകൾ മനോഹരമാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തല്ലോ, അതായത് കുട്ടിക്കാനത്തു നിന്ന് നമ്മൾ പീരുമേട് വന്നിട്ട് പീരുമേട് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് മുകളിലേക്കൊരു യാത്ര പോയത്. അതൊരു തമിഴ് വംശത്തിൽ താമസിക്കുന്ന ഒരു ഗ്രാമമായിരുന്നു. പീരുമേടിലെ തന്നെ ഒരു ഗ്രാമമായിരുന്നു. അപ്പോൾ ആ കാഴ്ചകളൊക്കെ എത്ര മനോഹരമായിരുന്നു. അതായത് നമ്മൾ ഉള്ളിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മനോഹരമായ കാഴ്ചകൾ അതിമനോഹരമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ ഈ നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ അതിനോട് ചേർന്ന് ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. ഹൈപ്പ് വരുന്നുണ്ടെങ്കിൽ ദയവായിട്ട് എല്ലാവരും ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല ഇതുവരെയായിട്ട്. അപ്പോൾ ഹൈപ്പ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹൈപ്പ് ചെയ്ത് വിടണം. നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടുമാണ് നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടങ്ങ് പോകാം. എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അല്ലെങ്കിൽ കാഴ്ചകളായിരിക്കും മെയിനായിട്ട് ഈ വീഡിയോയിലുള്ളത്. എന്തായാലും ഇന്ന് നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു 9:30-10 മണിയാകാൻ സാധ്യതയുണ്ട്. ഇവിടുന്ന് നമുക്ക് ഈ യാത്ര തന്നെ നമുക്ക് നേരിട്ടൊരു 16-17 കിലോമീറ്റർ ഓടിയെങ്കിൽ മാത്രമേ നമുക്ക് മെയിൻ റോഡിലെത്താൻ കഴിയുള്ളൂ. അവിടെ നിന്നുണ്ടല്ലോ 112 കിലോമീറ്ററോളം അവിടെ നിന്ന് നമുക്ക് പോയെങ്കിൽ മാത്രമേ വീട്ടിലെത്താൻ കഴിയുള്ളൂ. അപ്പം നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെയിൻ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് യാത്രയിൽ നമുക്ക് അധികം സ്പീഡ് എടുക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഈ ചെയിൻ്റെ പ്രശ്നം കൊണ്ടാണോ മൈലേജ് കുറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് എന്നതുകൊണ്ട് കൂടെ വായോ, നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഞാൻ 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ യാത്രയുടെ. നമ്മൾ ഇപ്പം ഇന്നത്തെ ഈ ദിവസം യാത്ര ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട 1-2 സംഗതികളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ അറിയാത്ത വഴികളിലൂടെ, അതായത് നമ്മളിതുവരെ പോയിട്ടില്ലാത്ത വഴികളിലൂടെ അത്യാവശ്യം കാഴ്ചകളും മനോഹരമായ കാഴ്ചകളും ദൃശ്യങ്ങളും പിന്നെ തണുപ്പും ഒക്കെയുള്ള ഒരു കാലാവസ്ഥയിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴല്ലോ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി, അതൊരു വല്ലാത്ത സംഭവം. ശാരീരികമായി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ദേഹത്തൊക്കെ വേദനയും കൈക്കൊക്കെ വേദനയൊക്കെ, കാലിനൊക്കെ വേദനയൊക്കെ ഉണ്ടാവും. അത് യാത്രയുടെ ഒരു ഭാഗമാണ്. അതിപ്പോൾ എങ്ങനെ യാത്ര ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് ക്ഷീണം ഉണ്ടാവും, ശരീരത്തിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ഈ യാത്ര കൊണ്ട് കിട്ടുന്ന ആ ഒരു ആകത്തുക എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു കാര്യമാണ്.
യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലിപ്പം ഏറ്റവും കൂടുതൽ ഒന്ന് പറയും രണ്ടാമത്തേന് ഒരു പലവിധ പ്രശ്നങ്ങളിലേക്ക് എടുത്തിയാടുന്ന ഒരുപാട് പേരുണ്ട്. ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസുകൾ, അക്രമങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ അവരുടെ നമുക്ക് അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും കിട്ടുന്ന സമയങ്ങളിലൊക്കെ യാത്ര ചെയ്യണം. ചില ആൾക്കാർ സിനിമ കാണും, ആയിക്കോട്ടെ, നല്ല കാര്യമാണ്. ഇതൊരു ഡീവിയേഷൻ, ഇതിൻ്റെ സ്ഥലപ്പേര് എനിക്ക് കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. ഇത് അവിടുന്ന് വരുമ്പോൾ ഉള്ളൊരു ചെറിയൊരു ഗ്രാമമാണ്. ചെറിയൊരു ഗ്രാമത്തിൻ്റെ അവിടുന്ന് നമുക്ക് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പോലത്തെ ഒരു പാലമൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ നെഗറ്റീവുകളില്ലാത്ത ജീവിതമില്ല യഥാർത്ഥത്തിൽ. കാരണം നമ്മൾ ഇടപെടുന്ന വിവിധ മനുഷ്യർ, നമ്മുടെ വീടിനകത്തുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം നമുക്ക് നെഗറ്റീവായിട്ട് ഭവിക്കും. പിന്നെ നമ്മുടെ തൊഴിലിടങ്ങളിൽ നമുക്ക് കിട്ടുന്ന തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം, മറ്റൊരാളോട് പറഞ്ഞ് നമുക്ക് തീർക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയാത്ത ആൾക്കാരാണ് കൂടുതൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പ്രയാസങ്ങളും ടെൻഷൻസും ഒന്നും ആരോടും ഷെയർ ചെയ്യാറില്ല. എൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് പോലും ഞാൻ ഷെയർ ചെയ്യാറില്ല. അപ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ എൻജോയ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന 2 മാർഗ്ഗങ്ങൾ, ഒന്ന് പണ്ട് സിനിമയ്ക്ക് പോകുമായിരുന്നു. ഇപ്പോൾ സിനിമയ്ക്ക് പോകാനുള്ള സാഹചര്യം രാത്രികളിൽ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയാത്ത കാരണത്താൽ സിനിമയ്ക്കുള്ള യാത്ര വളരെ കുറവാണിപ്പം. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള യാത്രകളാണ്. ഈ യാത്രകൾ കഴിഞ്ഞ ഒരു മാസത്തോളം 1.5 മാസത്തോളം യാത്ര ചെയ്യാൻ പറ്റാതിരുന്നതിൻ്റെ വീർപ്പുമുട്ടൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ വീർപ്പുമുട്ടലൊക്കെ ഒന്ന് അഴിച്ചു വെക്കുക എന്നതിൻ്റെ ഒരു ഇതിലാണ് ഈ അറിയാത്ത വഴിയിൽ ആദ്യമായിട്ട് പോകുന്ന ഒരു വഴിയിലൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. ആ കാഴ്ചകൾ എൻ്റെ പൊന്നും നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ കാഴ്ചകൾ എത്ര മനോഹരമാണ്, എത്ര ഹൃദ്യമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട യാത്രയാണ്. പിന്നെ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സംവദിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കേൾക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, കേൾക്കുന്നവരൊക്കെ എന്നെ വിളിക്കാറുമുണ്ട്, എന്നോട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. ചില ആൾക്കാർ ആദ്യമൊക്കെ ഒന്ന് കണ്ട് ചില സ്കിപ്പ് ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങ് പോകും. പക്ഷേ കുറച്ച് പേര് വീഡിയോ ഫുള്ള് കാണാറുണ്ട്. അവർ കണ്ടിട്ട് എന്നെ വിളിക്കാറുണ്ട്, എന്നോട് സംസാരിക്കാറുണ്ട്. ഞാൻ കാണാത്ത ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു എൻജോയ്മെൻറ്റ്, നമ്മുടെ ഒരു ഇതിനു വേണ്ടി, അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം എന്നതിലുപരി നമുക്ക് നമ്മുടേതായ ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനും പ്ലാൻ ചെയ്യാനും അതിൻ്റെ ഒരു തീരുമാനത്തിലെത്താനും യാത്രകൾ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് കാൽവരി മൗണ്ടിലേക്കായിരുന്നു. കാൽവരി മൗണ്ടിലേക്കുള്ള യാത്ര, സത്യത്തിൽ ആ കാൽവരി മൗണ്ട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം നിങ്ങൾ കാഴ്ചക്കാർക്കൊക്കെ എത്രമാത്രം ആ പ്രകൃതിയായിട്ട് സംവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒത്തിരി സംവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടേക്കുള്ള യാത്രയുടെ 2 വീഡിയോ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നീടുള്ള അവിടത്തേക്കുള്ള യാത്രകളെല്ലാം ക്യാമറയെല്ലാം ഓഫ് ചെയ്ത് വെച്ച് ക്യാമറ പോലും എടുക്കാതെ യാത്ര ചെയ്ത എത്രയോ യാത്രകൾ കാൽവരി മൗണ്ടിലേക്ക് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവിടെ എന്താണ് എങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അവിടെ പല സംഭവങ്ങളുണ്ട്. അവിടുത്തെ പ്രകൃതി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. അവിടെ ചെന്നിട്ട് നമ്മൾ കുറേ നേരം വെറുതെ ബെഞ്ചിലിരുന്നിട്ട് താഴേക്ക് അങ്ങ് നോക്കി വെറുതെ അങ്ങിരുന്നാൽ മതി. അപ്പം തന്നെ നമ്മൾ നെഗറ്റീവുകളെല്ലാം പോസിറ്റീവായി മാറും. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള യാത്രകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യാത്രകളെ ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടും ഇതാണ്. പിന്നെ യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇട്ടിട്ട് യൂട്യൂബിൽ നിന്ന് നമുക്ക് കോടികൾ സമ്പാദിക്കണമെന്നൊന്നും ഉള്ള താല്പര്യത്തിലൊന്നുമല്ല യൂട്യൂബ് വീഡിയോ ഇടുന്നത്. എനിക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം ഞാൻ എൻ്റെ വർക്കിലൂടെ കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ യൂട്യൂബ് വരുമാനം, ഞാൻ എൻ്റെ യാത്രയ്ക്ക് പോലുമുള്ള പൈസ എൻ്റെ വർക്കിൽ നിന്ന് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോകൂ ജീവിതമുണ്ട്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു പിടിവാശിയും ഈ കാര്യത്തിൽ എനിക്കില്ല. പിന്നെ വീഡിയോ ഇടുന്നത് കുറച്ച് പേര് കണ്ടാൽ
ഒരു സന്തോഷം ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പം ആർക്കും കാണാൻ താല്പര്യമില്ലെങ്കിലും നമുക്കതിനകത്തൊരു പ്രശ്നമില്ല. എൻ്റെ യാത്രകൾ എൻ്റെ സ്വന്തമായ യാത്രകളാണ്, എൻ്റെ ഇഷ്ടമുള്ള യാത്രകളാണ്. നിങ്ങൾ യാത്ര ചെയ്യുക, നിങ്ങൾ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഈ കാഴ്ചകളൊക്കെ നേരിട്ട് കാണാൻ പറ്റുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട സംഭവമല്ലേ. അപ്പോൾ അതാണ് ഞാൻ ഈ ഇപ്പോൾ കണ്ടില്ലേ ഈ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ തേയില അത്ര വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. തേയില ഇങ്ങനെ ഇടുക്കിയിൽ എവിടെ പോയാലും നിരന്ന് കിടക്കുന്ന സംഭവമാണ് ഈ തേയില. പക്ഷേ ആ തേയില അടുക്കി വെച്ചിരിക്കുന്ന രീതി, അവിടുത്തെ കാലാവസ്ഥ, തണുപ്പ്, വണ്ടി ഓടിക്കുമ്പോൾ കാറ്റുകളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് തുളഞ്ഞു കയറുന്ന തണുപ്പ്, അതൊക്കെ ഒരു വലിയ സംഭവം തന്നെയാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഫീലിംഗ് തരുന്നൊരു സംഭവമാണ്. ഒരുപക്ഷെ നോക്കിയേ ഈ വഴിയിലൊക്കെ വളരെ യാത്രക്കാർ കുറവാണ്. ഒരു തിരക്കുമില്ലാത്ത വഴിയാണ്. അതാണ് ഈ ഉൾഗ്രാമങ്ങളിലേക്കുള്ള യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. നമ്മൾ ഇന്നത്തെ ഈ വഴി കയറിയതിന് ശേഷം നമ്മുടെ നമുക്ക് കിട്ടിയ വാഹനങ്ങൾ കൂടി വന്ന ഒരു 15 വാഹനങ്ങൾ, അതിൽ കൂടുതൽ നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. ഈ യാത്രയിലെ മുഴുവനായിട്ടുള്ള അതായത് മേരുകുളത്തു നിന്ന് റൈറ്റ് തിരിഞ്ഞ് നമ്മൾ കയറിയപ്പം മുതലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കൂടി വന്ന ഒരു 15 വണ്ടികൾ, അതിൽ കൂടുതൽ വാഹനങ്ങളൊന്നും കണ്ടിട്ട് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അവിടെയാണ് പ്രശ്നം, അവിടെയാണ് നമ്മുടെ ഒരു പ്ലസ് പോയിൻ്റ് കിടക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ വാചകടി കൂടിപ്പോന്നുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് വാചകടി ആയാലും മടുത്തു പോലും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നിങ്ങൾ യാത്ര ചെയ്യുക. യാത്ര ചെയ്തിട്ട് നിങ്ങളും ജീവിതത്തിന് ഒരു താളം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഉപയോഗിച്ചൊരു മാർഗ്ഗമാണത്. ഇപ്പോഴും ഞാൻ ആ മാർഗ്ഗം തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് വേറെ പല എൻജോയ്മെൻറ്റുകൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. അതിലേക്കൊക്കെ എല്ലാവരും ഇറങ്ങിച്ചെല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് ശരീരത്തിനും മനസ്സിനും ഉന്മേഷം നൽകുന്ന, എന്നാൽ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഒറ്റയ്ക്കുള്ള യാത്രകൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. ഒറ്റയ്ക്കുള്ള യാത്രകളാണ് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നത്. ഒരാളുണ്ടെങ്കിൽ നമ്മൾ ആളുമായിട്ട് സംസാരിച്ച് വണ്ടിയിലിരിക്കുമ്പം സംസാരിച്ചാൽ പോവുക. അപ്പോൾ തന്നെയല്ല, എവിടെയെങ്കിലും ഇറങ്ങി നിന്നാലും സംസാരിക്കാൻ ആളുണ്ട്. അത് മോശമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒറ്റയ്ക്കുള്ള ചില യാത്രകൾ ഇതിനിടയ്ക്ക് നമ്മൾ ചെയ്യണം. ആ ഒറ്റയ്ക്കുള്ള യാത്രകളിൽ നമുക്ക് കിട്ടുന്ന ഒരു പവർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. വഴി ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഒരു സൈഡ് തേയില, ഒരു സൈഡ് കാട്, പിന്നെ താഴ്ച, തോട്, അങ്ങനെ അങ്ങ് നീണ്ടു കിടക്കുകയാണ് നമ്മുടെ മുന്നിലുള്ള ഈ വഴി. അപ്പോൾ അതാണ് പറയുന്നത്, വഴികൾ എത്ര കിടക്കുന്നു മുന്നോട്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു വഴി നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ തിരഞ്ഞെടുക്കുന്നത് മനോഹരമായ ഒരു സംഭവത്തിലേക്കാണ് ചെന്നെത്തുന്നതെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് ഏറ്റവും മനോഹരമല്ലേ. അവിടെയാണ് നമ്മുടെ ലൈഫിലെ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് കിടക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ദൂരെ ഒരു പച്ച ബോർഡ് കാണുന്നുണ്ട്. അതൊരു വഴികാട്ടിയാണ്. നമുക്കത് നോക്കണം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഇത് ഒന്ന് ആനച്ചാടിയിലേക്കാണ്. അതായത് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് പോയാൽ ആനച്ചാടി, അത് നമ്മൾ നേരത്തെ വരാൻ ഉദ്ദേശിച്ചിരുന്ന വഴിയാണ്. അപ്പോൾ ആനച്ചാടിയിൽ നിന്ന് നമുക്ക് പോയാൽ നമുക്ക് ചെല്ലാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഇതുവഴി ലെഫ്റ്റ് തിരിഞ്ഞ് പോയാൽ നമുക്ക് വെള്ളാരംകുന്ന് വഴി നമുക്ക് ചെല്ലാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുമിളിയിലാണ്. കുമിളിയിൽ ഇന്നത്തെ യാത്രയിൽ ഇനി കുമിളി ചെന്നിട്ട് നമുക്ക് തിരിച്ചു വരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റൈറ്റ് തന്നെ തിരിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പെരിയാർ എന്നൊക്കെ ഇവിടെ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാർ എന്നേ പറയത്തുള്ളൂ. പക്ഷേ വണ്ടിപ്പെരിയാർ എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത്. ഇത് തമിഴ് വംശജരുടെ ഒരു ക്ഷേത്രമൊക്കെയാണിത്. ഇവിടെ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ കുറിച്ച് അന്വേഷിക്കാൻ ആരെയും കണ്ടില്ല എന്നതുകൊണ്ട് നമ്മൾ പോകുകയാണ്. ഇങ്ങോട്ട് വരുംതോറും
ഈ ചെറിയ ഗ്രാമീണ ടാറിട്ട റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് വേറൊരു ഭംഗി നമുക്ക് കിട്ടും. നമ്മൾ വലിയ വീതിയുള്ള B&D BC ലെവലിൽ ടാർ ചെയ്തിട്ടുള്ള റോഡിൽ കൂടെ ഒക്കെ വരുമ്പം അതൊരു വേറൊരു മനോഹരമായ കാഴ്ച അനുഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ ഗ്രാമീണ ഭംഗിയിൽ ഒട്ടും കലർപ്പില്ലാത്ത രീതിയിലുള്ള ഒരു നിർമ്മാണ അല്ലെങ്കിൽ ഒരു പ്രകൃതിയാണ് ഇവിടെയുള്ളത്. തേയിലക്കാടുകൾ തന്നെ നമ്മൾ കണ്ട അത്രയും തേയിലക്കാടുകൾ തന്നെയാണ് ഇതും. തേയിലത്തോട്ടങ്ങളാണിത്. മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന തേയിലത്തോട്ടമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല വായുവാണ്, ശുദ്ധവായുവാണ് നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നത് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ. കാരണം ഒരുപാട് വാഹനങ്ങളൊക്കെ ഓടി അതിൻ്റേതായ പ്രകൃതി മലിനീകരണമൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കത് ഏറ്റവും പ്രയാസകരമായിട്ട് തോന്നുന്നത്. അപ്പം നമ്മൾ ഇനിയും കാഴ്ചകൾ കാണുക. കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് നേരെ നമ്മൾ ചെന്നിറങ്ങുന്ന മെയിൻ റോഡിലൂടെ നമ്മൾ പോകുന്ന നമ്മൾ ഏകദേശം കുറച്ചുകൂടെ ദൂരം വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് ഒന്നുകൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്രകളിൽ നിങ്ങൾ കൂടെ കൂടിയോ മനോഹരമായ കാഴ്ചകളും മനോഹരമായ അനുഭവങ്ങളും എനിക്ക് കിട്ടുന്ന അനുഭവങ്ങളൊക്കെ പറഞ്ഞാൽ KSRTC ബസ് ആ വഴിയെ വളഞ്ഞു വരുന്ന കാഴ്ച മനോഹരമല്ലേ. അപ്പം ആ മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് പകർന്നു തരാം. എനിക്ക് കിട്ടുന്ന അനുഭവങ്ങളൊക്കെ നിങ്ങളോട് പറയാം. അപ്പം നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിങ്ങും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളും യാത്രയുടെ വിശേഷങ്ങളും ഒക്കെ എന്നോടൊപ്പം പങ്കുചേരാം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഹൈപ്പ് ചെയ്തതാരും മറക്കല്ല. ഒരിക്കൽ കൂടി പറയട്ടെ, ചാനൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടും കരുതലും സ്നേഹവും എന്നും എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവണം. ഞാൻ തിരിച്ചു അങ്ങനെ തന്നെ എന്നെ സമീപിക്കുകയും എന്നെ വിളിക്കുകയും ചെയ്യുന്ന ഒരാളെ പോലും ഞാൻ നിരാശരാക്കില്ല. കൃത്യമായിട്ടുള്ള മറുപടിയും കാര്യങ്ങളും എല്ലാം തരും. പിന്നെ അതാണ് നമ്മുടെ തുടർ വീഡിയോകൾക്കൊരു പ്രചോദനമാകാൻ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ സഹകരണം ഏറ്റവും വലിയതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുടർ കാഴ്ചകൾ നിങ്ങൾക്കായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിവിടെ ഉപസംഹരിക്കുകയാണ്, നിർത്തുകയാണ്. അപ്പം ഔദ്യോഗികമാവുന്നല്ലേ, ഔദ്യോഗികമായിട്ടൊന്നും അല്ലേ പറയുന്നത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യാത്ര ചെയ്യുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടെ ഉണ്ടാവണം. ഓക്കെ, ബൈ.